ഹായ് ഫ്രണ്ട്സ്, എവർക്കും ജിജി ടോഡിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ പുറകിലേക്ക് കാണുന്നത് യൂണിവേഴ്സലോടെയാണ്. തൃശ്ശൂരുള്ള പോസ്റ്റ് ഓഫീസ് റോഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സലോഡിയ നമ്മുടെ ഒരു സുഹൃത്താണ്. അപ്പോൾ കുറച്ച് കാലമായിട്ട് ഇവിടെ വന്നപ്പോൾ നമ്മളൊരു അവിടുത്തെ ഒരു ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവർ ബോർഡ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരാളെന്ന്. അപ്പോൾ അവരുടെ ഷോപ്പ് നമ്മളൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഷനചേട്ടൻ, യൂണിവേഴ്സലോഡിയൻ്റെ ഓണറാണ്. അപ്പോൾ നമസ്കാരം. ഞാനിപ്പോൾ കുറേ കാലമായിട്ട് ഈ വഴിക്ക് വരണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ പുതിയ കട തുടങ്ങിയത് ഇപ്പോഴാണ് വരുന്നത്. ഏകദേശം തുടങ്ങിയിട്ട് എത്ര കാലമായി? 6 മാസമായില്ലേ? നമ്മുടെ ബോർഡിന്റെ ബിസിനസ് എങ്ങനെ പോകുന്നുണ്ട് ഇപ്പോൾ? ഓക്കെ, അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, അപ്പോൾ നല്ല ബിസിയിലാണ്. ആദ്യം നമുക്കിവിടെ നോക്കാം, കടയിലൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സലോഡിയ ഷാനവാസ് ചേട്ടൻ്റെ കടയാണ്, കുറച്ച് നാളായി തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാ ബോർഡ്സുകളും ആംപ്ലിഫയേഴ്സൊക്കെ റെഡിമെയ്ഡ് ആയിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ ബോർഡുകളുണ്ടോ, കിടിലൻ ബോർഡുകൾ. യൂണിവേഴ്സലോഡിയസിൻ്റെ ബോർഡ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അസംബിൾ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്ങനെയുണ്ട് എന്നുള്ളത്. സോ ബോർഡുകളൊക്കെ നോക്കിയോ. നമ്മുടെ സബ്വൂഫർ ബോർഡുകൾ, അതുപോലെ തന്നെ 5 ചാനൽ ബോർഡ്, PCBകളായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഒക്കെ യൂണിവേഴ്സലോഡിയസിൻ്റെ മാത്രമല്ല, വേറെയും ഇപ്പോൾ ഉണ്ട് DTECൻ്റെ ബോർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ടൗണിൽ ഏകദേശം ഉള്ള ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്ന ആവശ്യമായ എല്ലാ ഐറ്റങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്തിനാണ് കുമാർ ഓഡിയൻസിൻ്റെ ബോർഡ് വരെ അവൈലബിൾ ആയിട്ടുണ്ട്. എന്തായാലും അങ്ങനെ അത്യാവശ്യം നിരവധി ഒരു ആംപ്ലിഫയർ അല്ലെങ്കിൽ ഓഡിയോ സംബന്ധമായി മാത്രമല്ല, ഇലക്ട്രോണിക്സിൻ്റെ ഏകദേശം എല്ലാ കുറച്ച് അത്യാവശ്യം വേണ്ട ട്രാൻസിസ്റ്റർ സ്പെയർസ് ഒക്കെ കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, വാളിത്തിരി ബിസിയാണ്, നമുക്കൊന്ന് തിരക്കൊഴിഞ്ഞിട്ട് ഒന്ന് സംസാരിക്കാൻ കരുതിയിട്ടാണ്. അപ്പോൾ ഷാനചേട്ടാ, ഈ പ്രൊഫഷണലായിട്ട് നിങ്ങൾ ഈ ഫീൽഡിൽ തന്നെയാണല്ലോ, ഹോം ഓഡിയോ ആയിട്ട് ബന്ധപ്പെട്ട്. ഇത് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ പാരലായിട്ട് നടക്കുകയാണല്ലോ. അപ്പോൾ അത് കൂടാതെ നിങ്ങൾ അസംബ്ലിംഗ് ഉണ്ടെന്ന് എനിക്കറിയാം, ആംപ്ലിഫയർ അസംബ്ലിംഗ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഇപ്പോൾ കൊണ്ടുവച്ചിട്ടുള്ളത്? നമ്മുടെ യൂണിവേഴ്സലിന്റെ ബോർഡുകളല്ലാതെ തന്നെ നമുക്ക് പല തൃശ്ശൂരുടെ DTECന്റെ ബോർഡുകളുണ്ട്, മഹാരാജയുടെ ബോർഡുണ്ട്, കുമാറിന്റെ ബോർഡുകളുണ്ട്, RVLന്റെ ബോർഡുകളുണ്ട്. അതിലെ പ്രീ സ്റ്റേജുകൾ, പവർ ആമ്പുകൾ, ട്രാൻസ്ഫോമർ പോലെയുള്ള അതിന്റെ PCBകൾ, പിന്നെ ട്യൂട്ടർ, വൂഫർ ബോക്സുകൾ, പിന്നെ ട്രോളി ബോക്സുകൾ, പിന്നെ ബോക്സ് ആയിട്ടും കിട്ടുന്നുണ്ടല്ലേ? PS നമുക്കത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. PA പോലെയുള്ള ഐ മീൻസ് ചെറിയ സിംഗിൾ ബോക്സ് വരുന്നുണ്ടല്ലോ. പിന്നെ കാലി ബോക്സുകളുണ്ട്, ആംപ്ലിഫയറിന്റെ ക്യാബിനറ്റുകളല്ല, ഈ ക്യാബിനറ്റുകൾ. അതുപോലെ തന്നെ എന്താ പറയാ, അത്യാവശ്യം പിന്നെ ഇപ്പൊ ഈ ക്ലാസ് ഡി ആംപ്ലിഫയർ ഒക്കെ വരുന്നുണ്ട് കാലമാണല്ലോ. ഇപ്പോൾ ഒരുപാട് പേര് ക്ലാസ് ഡിയിൽ നോക്കുന്നുണ്ട്. കാരണം എനർജി എഫിഷ്യന്റ് ആയിട്ട് കൂടുതൽ പവർ കിട്ടുന്ന ഒരു സംഭവമാണല്ലോ. അപ്പൊ ഇവിടെ കുറച്ച് ബോർഡുകൾ കണ്ടപ്പോൾ ക്ലാസ് ഡി കണ്ടമാതിരി തോന്നുന്നു. പിന്നെ കുറച്ച് നമ്മുടെ നാട്ടിലുണ്ട മാനുഫാക്ചർ ചെയ്യുന്ന SMBs ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഏകദേശം എത്ര വാട്ട്സിന്റെ ആണ്? ഇത് 8 ആംപിയർ 200 വാട്ട്. പിന്നെ ഇത് 300 വാട്ടാണ്. പിന്നെ ഇതിന്റെ 200 വാട്ട് വരുന്നുണ്ട്. ഇത് 12 ആംപിയർ. പിന്നെ അതുപോലെ തന്നെ ഇത് 6 ആംപിയറിനുണ്ട്. അപ്പൊ അത്യാവശ്യം ഒരു ആംപ്ലിഫയറിന് വേണ്ട എല്ലാം ഇവിടെ നമുക്ക് നിങ്ങൾ കിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടോ? അത് ചിലത് എന്റെ അടുത്ത് ചോദിക്കാനുള്ള കാര്യമാണ്. നമുക്ക് കിറ്റ്, അതായത് പുതിയ തുടക്കക്കാരായിരിക്കും, അപ്പൊ അവർക്ക് ഈ ഒരു എല്ലാ സെറ്റും കൂടി ഒരു പാക്ക് ആയിട്ട് വേണമെന്ന് പറയും. ആംപ്ലിഫയർ അസംബ്ലി 5.1 ഒക്കെ അസംബ്ലി ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ബോർഡുകളും ട്രാൻസ്ഫോമർ അടക്കം നമുക്കൊരു കിറ്റ് ആയിട്ട് ചെയ്തു തരാൻ പറ്റുമെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള സംവിധാനം ഉണ്ടല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ബോർഡ് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ ഈ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതുവഴി ഒന്ന് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്റെ കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ കൂടുതലും അതുപോലെ തന്നെ ഇവിടെ അസംബിൾഡ് ആമ്പുകൾ കുറെ ഉണ്ടല്ലേ? ഇത് പല വാട്ട്സിലുള്ള 5.1 2 എല്ലാം ഏത് കസ്റ്റമേഡ് ആയിട്ടാണോ അതോ? ഇപ്പൊ റെഗുലർ ആയിട്ട് പോകുന്ന ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫാസ്റ്റ് മൂവിംഗ് ഐറ്റംസ് ആണ് കൂടുതലുള്ളത്. പിന്നെ നമുക്ക് കസ്റ്റം ചെയ്തിട്ട് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതാകുമ്പോൾ നമുക്കൊരു എന്താ പറയുക, അത്യാവശ്യം കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു ബൾക്കായിട്ട് പോകുന്ന സാധനങ്ങളല്ലേ ഇതെല്ലാം. പിന്നെ അതുപോലെ തന്നെ സെല്ലേഴ്സ് കുറച്ച് പേര് ചോദിക്കാറുണ്ട്. ചില ഷോപ്പുകളൊക്കെ നമ്മളെ കോൺടാക്ട് ചിലരൊക്കെ ഉള്ളതാണല്ലേ? അപ്പൊ എവിടേക്കാണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊരു മിനിമം ഒരു ഉദാഹരണത്തിന് ഞാൻ ചോദിക്കണം, ചില ബോർഡുകളൊക്കെ വേണമെന്ന് പറഞ്ഞാലേ ഒരു മിനിമം എത്ര രൂപയ്ക്കുള്ള ഒരു ബോർഡ് നമുക്ക് കൊറിയർ ചെയ്യണം? ഹോൾസെയിലില്ലേ? ഹോൾസെയിൽ റേറ്റിലൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെ പിന്നെ പരമാവധി വാട്സാപ്പായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുക, കോൾ ചെയ്യാറില്ല. അതൊരു പ്രശ്നമാണ്. കാരണം ഞാൻ തന്നെ നമ്മളെന്നെ വിളിക്കുമ്പോഴും പലപ്പോഴും കിട്ടാറില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഇതൊരു ഷോപ്പാണ്, ചില സമയത്തൊക്കെ തിരക്കുള്ള സമയമാണ്, അറിയാലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, ഈ ഒരു കോൾ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന എനിക്കറിയാം. അപ്പൊ വാട്സപ്പ് മെസ്സേജ് ചെയ്യാൻ അതിന് റിപ്ലൈ ഓൺ ടൈമിൽ, ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും അതിന്റെ കോൺടാക്ട് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ നിങ്ങളത് നോക്കിയിട്ട് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ പലർക്കും സംശയങ്ങളാണ്. മെയിൻ എന്താ വെച്ചാൽ ലിങ്ക് കൊടുക്കാതെ നിങ്ങളിപ്പോ ഒരു ലിങ്ക് കൊടുത്താലും
എന്നെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് സംശയങ്ങളായിരിക്കും. അവർക്ക് ഒരു പ്രോഡക്റ്റ് ആവശ്യമുള്ളൂ, പക്ഷേ 100 സംശയങ്ങളായിരിക്കും. അപ്പോൾ അത് ഞാൻ പറയുന്നത് എല്ലാവരുടെ അടുത്തും ഒരു കാര്യം കൂടി പറയണം, നിങ്ങളെല്ലാം കൂടി അന്വേഷിച്ചിട്ട് ഈ പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞാൽ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലേ? ഡയറക്റ്റ് പർച്ചേസ് കോൺടാക്ട് ആയിരിക്കും നല്ലത്. കാരണം സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷോപ്പ് മാത്രമല്ല മാനുഫാക്ചറാണ്. സോ ഒത്തിരി ബോർഡുകൾ കണ്ടില്ലേ, ഇതെല്ലാം കുറേ യൂണിവേഴ്സലിന്റെ ബോർഡുകൾ തന്നെയാണ്. അത്യാവശ്യം ഒരു ആംപ്ലിഫയറിനോട് എല്ലാ ടൈപ്പ് ബോർഡുകൾ, ഈവൻ റിമോട്ട് കിറ്റ് വരെ നമ്മുടെ ഉണ്ടല്ലേ? റിമോട്ട് കിറ്റ് നമ്മൾ ക്യൂടെക്കിന്റെ യൂഡിയുടെ അതുപോലെ തന്നെ FT3 കാർഡ്, ക്യൂടെക്കിന്റെ എല്ലാം ചെയ്യുന്നത് ആംപ്ലിഫയർ കിറ്റ് ഇപ്പോൾ തൽക്കാലം പ്രോഗ്രാം ഡെവലപ്മെന്റ് നിർത്തിയിരിക്കാനല്ലേ? ഓക്കെ ഓക്കെ. അത് പുതിയ മോഡൽ പ്രോട്ടോടൈപ്പ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നിലവിലുള്ളത് ആ ഒരു ബേസിക് റിമോട്ട് കിറ്റ് ഉണ്ടായിരുന്നല്ലോ, അതിപ്പോ നിർത്തി വെച്ചിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ എന്തായാലും റിമോട്ട് കിറ്റും അല്ല അടുത്തൊരു കിറ്റും അടിപൊളിയായിട്ട് സംഭവം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അപ്ഡേറ്റ് നമ്മൾ വരികയാണെങ്കിൽ നമുക്കൊരു പീസ് തരിക, നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് നമുക്ക് ഒരു റിവ്യൂ വീഡിയോ ഇടാം. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഏകദേശം ഒരു ഷോപ്പിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താന്നുള്ള ഉദ്ദേശത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. കണ്ടില്ല, അത്യാവശ്യം സ്യൂട്ടന്റെ ഒക്കെ ബോക്സ് കുറെ വന്നിട്ടുണ്ടല്ലോ, സ്പീക്കേഴ്സ് ഒക്കെ സിപ്പ് അത്യാവശ്യം വേണ്ട ഒരു ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അത്യാവശ്യം എങ്ങനെയുണ്ട് കച്ചവടം, അതും കൂടി ചോദിക്കട്ടെ. നമ്മുടെ നോബിന്റെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. എല്ലാ മോഡലും നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ മോഡലും നമ്മൾ വെച്ചിട്ടുണ്ട്. ബോട്ടം ബുഷുകള്, നല്ല രീതിയിലുള്ള പ്ലെയറുകളൊക്കെ ഉണ്ടെന്നുള്ളൂ, എല്ലാ മോഡലും ബോർഡുകള് ഫ്ലാഗ് സപ്പോർട്ടിന്റെ ടൈപ്പ് ഫ്ലാഗ് സപ്പോർട്ടാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്ത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. പക്ഷെ പർച്ചേസിംഗ് ഉള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. കാരണം അങ്ങനെയുള്ള സാഹചര്യം അത്യാവശ്യം നല്ല ട്യൂട്ടേഴ്സ്, ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ട്യൂട്ടേഴ്സാണ്. ഇത് നല്ല ഹെവി ട്യൂട്ടേഴ്സ് ആണല്ലോ അല്ലേ? സിപ്പിന്റെ അത്യാവശ്യം വിലയുള്ള ടൈപ്പ് ആണല്ലോ. ഇത് ഏകദേശം എത്ര വില വരുന്നുണ്ട് നമുക്ക്? 900 വരുന്നുണ്ട്. ഓക്കെ. അത് പ്രീമിയം കാറ്റഗറി എന്ന് പറയാം. ന്യൂയുടെ. പിന്നെ ഇത് വന്നിട്ട് ബുള്ളറ്റ് ട്യൂട്ടർ 730 റേഞ്ച് ഒക്കെ വരും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അത് അങ്ങനെ എല്ലാ ഏകദേശം ഐറ്റംസ് ഇതൊക്കെ നമുക്ക് ഈ ചെറിയ ചെറിയ സ്പീക്കേഴ്സ് ട്യൂട്ടേഴ്സ് നിരവധി ഉണ്ടല്ലോ അതൊക്കെ അല്ലേ? ഇത് മുഴുവൻ ഈ ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ അതിന്റെ സ്പെയർ ആണല്ലേ? ഓ, അപ്പൊ അത്യാവശ്യം അതിന്റെ ഒരു പിന്നെ അതിന്റെ ബോർഡ് എങ്ങനെ ചെയ്യുന്നുണ്ട്? ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണല്ലോ FT003 ഒക്കെ കാണുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അതിന്റെ ലേറ്റസ്റ്റ് ഇതായിരിക്കും അല്ലേ? അത്യാവശ്യം ഒരു ആംപ്ലിഫയർ അസംബ്ലിങ്ങിന് വേണ്ട എല്ലാ സാധനങ്ങളും, സ്പീക്കർ, എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മളായിട്ട് സംസാരിച്ച ഷനോജേട്ടന് ഒരു താങ്ക്സ് പറയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കൂടുതൽ എന്തെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയാം. എല്ലാവരും നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും. ഓക്കെ, എന്തായാലും താങ്ക് യു.